വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻ കണം അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേൻ കണം അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായൊഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായൊഴുകിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വേദമന്ത്രങ്ങളായി ഇതിഹാസ കഥകളായി ആർഷ സംസ്കാര പെരുമയായി, ശാസ്ത്രമായി ബോധമായി അറിവിന്നിലാവെട്ടമിവിടെ തെളിക്കുമി പുസ്തകങ്ങൾ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായൊഴുകിയിടണം. ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണ് നാം എന്ന ബോധം വളർത്തുവാൻ, കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാകണം. ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണു നാം എന്ന ബോധം വളർത്തുവാൻ, കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാകണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പോകണം വായനശാലയിൽ നാം നല്ല പുസ്തകക്കൂട്ടരെ തേടിപ്പിടിക്കുവാൻ. പോകണം വായനശാലയിൽ നാം നല്ല പുസ്തകക്കൂട്ടരെ തേടിപ്പിടിക്കുവാൻ. പുതുലോകമുള്ളിൽ തെളിയുവാൻ, തലമുറയ്ക്കകമേ വെളിച്ചം പകർന്നിടുവാൻ. പുതുലോകമുള്ളിൽ തെളിയുവാൻ, തലമുറയ്ക്കകമേ വെളിച്ചം പകർന്നിടുവാൻ. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻ കണം അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേൻ കണം അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. വന്ന വഴിയോർത്തോർത്തു പോകണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. വന്ന വഴിയോർത്തോർത്തു പോകണം. മുള്ളുപതിച്ചൊരാ വേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം. കണ്ടതെല്ലാം ഒന്ന് കാണണം, കണ്ടതിൻ വാസ്തവം എന്തെന്നറിയണം. ആരാണ് നേരെന്നറിയണം, നേരിൻ്റെ വിലയറിഞ്ഞൊരു വാക്കുരയ്ക്കണം.
ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. പാൽപുഞ്ചിരിപ്പിച്ച വച്ചു വളർന്നൊരാ ബാല്യത്തിലൂടെ നടക്കണം, നന്മയാ വിത്തുകൾ പാകി മുളപ്പിച്ച തൊടികളിലൂടെ നടക്കണം. സായന്തനങ്ങളിലാലിച്ചുവട്ടിലാത്തണമുള്ള കാറ്റേറ്റിരിക്കണം, വയലേല കതിച്ചൂടിയാടും വരമ്പിലൂടെ ഇടവയിലേറ്റ് നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. പശിയടങ്ങാതെ കരയുന്നൊരുണ്ണി ഇടയിലൊരു ഓണം വിളമ്പണം, പടരുവാനവസരം ഇല്ലാത്തൊരുണ്ണിക്ക് അറിവിൻ വെളിച്ചം തെളിക്കണം. പൊരുതും സഖാവിൻ്റെ സിരയിൽ ജ്വലിക്കും തീപ്പന്തമായി ചുവക്കണം, പുന്നാരമക്കൾ തെരുവിൽ ഉപേക്ഷിച്ച നെടുവിപ്പുകൾക്ക് കാതോർക്കണം. കൈപ്പുനീരിട്ടിച്ച ഗുരുവിൻ്റെ വാക്കുകൾ മധുരമായി മാറിയെന്നറിയിക്കണം, തോൽപ്പിച്ചു വാശി പകർന്നൊരാ മിത്രത്തെ കണ്ടൊന്നു നന്ദി അറിയിക്കണം. നോവുമ്പോഴും പുഞ്ചിരിക്കും മുഖങ്ങളെ വേറിട്ടു തന്നെ അറിയണം, നീറും മുറിവിലെയുപ്പാകണം, മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം. നീറും മുറിവിലെയുപ്പാകണം, മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം, മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം. ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. തലനരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലെൻ യുവത്വവും, പിറവി തൊട്ട് നാളെത്രയെന്നെണ്ണും അപ്പതിവു കൊണ്ടല്ലളപ്പതൻ യൗവനം. തലനരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലെൻ യുവത്വവും, പിറവി തൊട്ട് നാളെത്രയെന്നെണ്ണും അപ്പതിവു കൊണ്ടല്ലളപ്പതൻ യൗവനം. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമെൻ യൗവനം. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമെൻ യൗവനം. ധനികധികൃതി തൻ കണ്ണു. കണ്ടോത്ത് ശ്രീനാരായണ ഗുരു വായനശാലയുടെ കെട്ടിടം പൂർത്തീകരിക്കുക എന്നുള്ളത്. കെട്ടിടത്തിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2019-20 കാലഘട്ടത്തിൽ MLA C. കൃഷ്ണാട്ടൻ്റെ വികസന ഫണ്ടിൽ നിന്നും വായനശാലയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കാണുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അടങ്കൽ തുക 12 ലക്ഷത്തി സംതിങ് ആണ്.
ബാക്കി പൈസ വായനശാല അതിൻ്റെ അടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് GST മറ്റേതൊക്കെ കൂട്ടിയിട്ട് 2019-20 ഇതിൻ്റെ ഫണ്ട് പാസ്സായെങ്കിലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 2024 ഈ 15-ന് ആണ് ഇതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA TI മധുസൂദൻ അവരാണ് ഈ വായനശാലയുടെ ഉദ്ഘാടന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ കെട്ടിട ഉദ്ഘാടനവും MLA തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ MLA എത്തിച്ചേർന്നു. MLAക്ക് നമ്മുടെ ഈ പൗരാബലിയുടെയും സംഘാടക സമിതിയുടെയും കണ്ടൂത്ത് നാടിൻ്റെ മുഴുവനും ആദരവും അംഗീകാരവും ഒക്കെ ഉണ്ട്. ഈ ഉദ്ഘാടന സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന TI മധുസൂദനൻ അവരെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ള മുൻ MLA C കൃഷ്ണാട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അവരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ആശംസാ പ്രസംഗം എന്നുള്ള രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തുള്ള കൗൺസിലർമാർ V കൃഷ്ണാട്ടൻ 16-ാം വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിലും 15-ാം വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇക്ബാൽ പോപ്പുലറും അതുപോലെ തന്നെ 5-ാം വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ K ചന്ദ്രികയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ ആൾക്കാരെയും അവരെ 3 പേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വായനശാല താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വായനശാലയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് P സന്തോഷ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയനായ മുൻ MLAയും ഈ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുഭവിക്കുന്ന കാലത്തെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയ ശ്രീ C കൃഷ്ണൻ, വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, ശ്രീനാരായണ ഗുരു സ്മാരക വായനശാലയുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ 1-ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. 1-ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് എന്നതുകൊണ്ടാണ് വായനശാലയുടെ അടുത്ത പ്രവർത്തകരും അടുത്ത ബന്ധുക്കളും മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു ചടങ്ങായി ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിൻ്റെ ഒരു 25% ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ബാക്കി 75% പൂർത്തീകരിക്കുന്ന മുറക്ക് വിപുലമായ നിലയിൽ ഇതിൻ്റെ ഒരു വായനശാലയും അനുബന്ധ ക്രമീകരണങ്ങളുടെയും തുടക്കമുണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ MLAയുടെ ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപ നീക്കി തന്നതുകൊണ്ടാണ് ആ സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ കെട്ടിടം ഉണ്ടാക്കിയത്. ഇനി ഏതാണ്ട് ഒരു 10-40 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നടത്തേണ്ടതുണ്ട്. സാമ്പത്തിക സമാഹരണത്തിൻ്റെ വിവിധ തലങ്ങൾ സംഘാടക സമിതി എന്ന നിലയിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ബൃഹത്തായ രൂപത്തിലുള്ള സാമ്പത്തിക സമാഹരണത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വായനശാലയുടെ പൂർണ്ണമായ തോതിലുള്ള പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഇതിൻ്റെ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. 1-ാം ഘട്ടത്തിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ആദരണീയനായ MLA ശ്രീ TI മധുസൂദനെ ക്ഷണിക്കുക. 9 ദശകത്തിലധികമായി നമ്മുടെ സമൂഹത്തിൽ വെളിച്ചം പകർന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു വിപുലമായ സാധ്യതകളുള്ള സാംസ്കാരിക കേന്ദ്രമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള വായനശാല ഗ്രന്ഥാലയം.
നേരത്തെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം വളരെയേറെ വിഷമകരമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു എന്ന് ഈ വായനശാലയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വളരെ പ്രായം ചെന്ന പുസ്തകങ്ങളും പ്രായമേറിയിട്ടുള്ള കെട്ടിടവും സൗകര്യങ്ങളുമായി വളരെ പരിമിതിയിലായിരുന്നു ഈ ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അത് കുറേ കൂടി സൗകര്യമുള്ള, ഉറപ്പുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് വായനശാല കമ്മിറ്റി ഒരു കെട്ടിട നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ജനപ്രതിനിധിയായിരുന്ന ശ്രീകൃഷ്ണേട്ടൻ ഉൾപ്പെടെ ഉള്ള പൊതുപ്രവർത്തകർ, പൊതുപ്രസ്ഥാനങ്ങൾ MLA മുഖേന ഗവൺമെൻറ് ചെലവഴിക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ ആദ്യം പരിഗണിക്കേണ്ട പട്ടികയിൽ പെട്ടിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചത്. കുറേ കൂടി വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നിർമ്മാണ സമിതി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എന്നിവിടെ അധ്യക്ഷൻ ശ്രീ പി സന്തോഷ് സൂചിപ്പിച്ചു. ശ്രീനാരായണ ഗുരു നാടിന് നൽകിയിട്ടുള്ള സന്ദേശം ഇന്ന് വളരെ സജീവമായി ചർച്ച ചെയ്തു വരുന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ശ്രീനാരായണ ഗുരു ഏത് വിഭാഗത്തിൽപ്പെടുന്ന സന്യാസി വര്യനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, സമീപനങ്ങൾ ഇതെങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന വിഷയങ്ങളൊക്കെ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യം വലിയ നിലയിൽ അനുഭവപ്പെടുന്നൊരു പ്രദേശമാണ് പയ്യന്നൂർ പ്രദേശം. വിശേഷിച്ചും ഈ കണ്ടോത്ത് മേഖല എന്ന് പറയുന്നത്. നാരായണ ഗുരു ഒരു ഘട്ടത്തിൽ ക്ഷേത്രപ്രതിഷ്ഠയാണ് നടത്തിയിരുന്നത്. നാടിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാവർക്കും പ്രവേശനം നൽകത്തക്ക നിലയിലുള്ള ക്ഷേത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഉൾപ്പെടെ കേരളത്തിലുടനീളം അത്തരം നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അദ്ദേഹം തന്നെ അരുവിക്കരയിൽ പുഴയിൽ നിന്ന് കല്ലെടുത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ വലിയ നിലയിലുള്ള എതിർപ്പ് അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നു. ശ്രീനാരായണൻ എന്ത് അവകാശമാണ് വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ? വിഗ്രഹപ്രതിഷ്ഠ നടത്തേണ്ട വിഭാഗം വേറെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങളെങ്ങനെയാണത് ചെയ്തത് എന്ന നിലയിലുള്ള വലിയ ആക്രോശങ്ങളും വലിയ നിലയിലുള്ള കടന്നാക്രമണങ്ങളും നാരായണ ഗുരുവിന് നേരെ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രഖ്യാപനമുണ്ട്. ഇത് ജാതീയമായി ഉയർന്നവർ എന്ന് ധരിക്കുന്ന, വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അവകാശമുണ്ട് എന്ന് ധരിക്കുന്ന നിങ്ങളുടെ ശിവനെയല്ല ഞാൻ പ്രതിഷ്ഠിച്ചത്. ഞാൻ പ്രതിഷ്ഠിച്ചത് എൻ്റെ ശിവനെയാണ്. എൻ്റെ ശിവനെ പ്രതിഷ്ഠിക്കുന്നതിന് ഒരാളുടെയും അനുമതിയോ ഒരാളുടെയും സഹായമോ എനിക്ക് ആവശ്യമില്ല. ആ നിലയിലാണ് നാരായണ ഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തി വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അവകാശമുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ സാമൂഹ്യ മുന്നേറ്റത്തിന് അടിത്തറയിട്ടത്.
ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിഗ്രഹപ്രതിഷ്ഠ എന്നുള്ളതിൽ മാറി. അദ്ദേഹം പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് കണ്ണാടിയാണ് എന്ന് നാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാനാം മനുഷ്യത്വം ദൈവം എന്നാണ്. മനുഷ്യന് മനുഷ്യത്വമാണ്. അതുണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ദൈവികത ഉണ്ടാവുന്നത്. നിങ്ങളിൽ ദൈവമുണ്ടോ? നാരായണ ഗുരുവിനോട് പലരും ശിഷ്യഗണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങ് എത്രയോ കാലമായിട്ട് ദൈവത്തിൻ്റെ ആളായിട്ട് ഞങ്ങളുടെ എല്ലാമായിട്ട് നിൽക്കുന്നു, ഞങ്ങൾക്കിതുവരെ ഒന്നും ദൈവത്തെ കാണിച്ച് തന്നില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് പറഞ്ഞത്, അതിൻ്റെ മുന്നിൽ പോയിട്ട് അവനവൻ്റെ കർമ്മം വെച്ച് നോക്കുമ്പോൾ ദൈവം എവിടെയാണ് എന്ന് മനസ്സിലാവും. അത് ലോകത്തിനുള്ള വലിയ സന്ദേശമാണ്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ കർമ്മങ്ങളാണ് ദൈവികതയുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാകുന്നൊരു കാര്യം. അത് ലോകത്തോട് പറഞ്ഞിട്ടുള്ള സന്യാസി വര്യരിൽ പ്രഥമഗണനീയനാണ് നാരായണ ഗുരു. ഖണ്ഡനത്തിൻ്റെയും മണ്ഡനത്തിൻ്റെയും ഒരു പുതിയ തലം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കണ്ടപ്പോൾ വാഗ്ഭടാനന്ദൻ ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ നാരായണ എന്ന് വിളിക്കാൻ അവകാശമുണ്ടായിരുന്ന ഒരേ ഒരു മനുഷ്യൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനെ പൂർവാശ്രമത്തിലെ പേര് വിളിക്കാൻ, വാഗ്ഭടാനന്ദൻ്റെ പൂർവാശ്രമത്തിലെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ആ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കാൻ അവകാശമുണ്ടായിരുന്ന ഒരേ ഒരാൾ ശ്രീനാരായണ ഗുരുവാണ്. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത് നാരായണ? നീ സകലതെങ്കിലും പോയിട്ട് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു, ജനങ്ങളെ മുഴുവനും ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരത്തിൻ്റെ, ആചാരനിഷ്ഠകളുടെ ഒക്കെ വഴിയിൽ അവരെ തളച്ചിടുകയല്ലേ നീ ചെയ്യുന്നത്? അമ്പലം വേണ്ട, നിങ്ങൾക്കാരും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിക്കണ്ണൻ്റെ ശരിയാണ്. ശരി ചെയ്യുന്നു കുഞ്ഞിക്കണ്ണൻ്റെ ശരി പറയുകയും നടപ്പിലാക്കുകയും ചെയ്യും. കാരണം വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്, ജാതിയായിരുന്ന രക്ഷസെ പിടിച്ചുകെട്ടുവിൻ, അതിൻ്റെ മൂർധ പിടിക്കുവിൻ, അതിൻ്റെ അസ്ഥി പൊടിപൊടിക്കുവിൻ എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളയാളാണ് വാഗ്ഭടാനന്ദൻ. ജാതിയായിരുന്ന രക്ഷസെ പിടിച്ചുകെട്ടുവിൻ ഏത് കാലമാണ് പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിൻ്റെ മൂർധ പിടിക്കുവിൻ, അതിൻ്റെ അസ്ഥി പൊടിപൊടിക്കും എന്ന് പറഞ്ഞാൽ തലമണ്ട അടിച്ച് പൊട്ടിക്ക്, മുഴുവൻ എല്ലും നുറുങ്ങുന്ന എന്ന രീതിയിൽ ഈ ജാതിയായിരുന്ന യക്ഷസിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ നാരായണ ഗുരുവിനോട് പറഞ്ഞത് അന്ന് നാരായണ ഗുരു ഏറ്റെടുത്തില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, 1917 നാരായണ ഗുരു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനം, ഇനി ഞാൻ ഒരമ്പലവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ്. അദ്ദേഹത്തോട് പലരും വളരെ വിമർശനാത്മകമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളിലേ ഉണ്ടാക്കുന്നത്? അതേ, ഒരു വിഭാഗത്തിൻ്റെ ആളല്ല, ഞാൻ എല്ലാ മനുഷ്യരുടെയും ആളാണ്. ചാതുർവർണ്ണത്തിൻ്റെ ഈ ദുഷിച്ച ചങ്ങലക്കെട്ടുകളിൽ കുടുങ്ങി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ജാതി, ഒരു മതം മനുഷ്യന് എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുള്ളയാളാണ് നാരായണ ഗുരു. അദ്ദേഹത്തിന് വേറൊന്നും ആലോചിക്കാനുണ്ടായിട്ടില്ല. 1917 അദ്ദേഹം വിദ്യാലയങ്ങളാണ് ഇനി ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ചെറുതായിരുന്നില്ല. കേരളത്തിലുടനീളം വിദ്യാലയങ്ങളുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് AKG പോലുള്ളവർ സാധാരണ മനുഷ്യർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അടിയേറ്റ് വീണിട്ടുള്ള പയ്യന്നൂരിലേക്ക് വന്ന സ്വാമി ആനന്ദതീർത്ഥൻ. അദ്ദേഹത്തിൻ്റെ പേര് അനന്തശേണായി എന്നായിരുന്നു. ഗാഢസരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ വലിയ സംഘർഷങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പയ്യന്നൂരിലേക്ക് വന്നു. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനാണ് സ്വാമി ആനന്ദതീർത്ഥനായിട്ട് മാറിയത്. ആ പേര് ഈ അനന്തശേണായിക്ക് കൊടുത്ത് ശ്രീനാരായണ ഗുരുവാണ്. 1917 ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് നാരായണ ഗുരു തീരുമാനിച്ചപ്പോൾ
ആശ്രമം ഉണ്ടാക്കാനല്ല സ്വാമി ആനന്ദതീർത്ഥം പരിശ്രമിച്ചത്. നമുക്കിപ്പോഴും അറിയാം, പയ്യന്നൂരിലെ സ്വാമി ആനന്ദതീർത്ഥൻ്റെ നമ്മളെല്ലാവരും ആശ്രമം എന്ന് വിളിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഇടത്തിൻ്റെ പേര് ശ്രീനാരായണ വിദ്യാലയം എന്നാണ്. ആനന്ദതീർത്ഥ ആശ്രമം എന്നല്ല, ശ്രീനാരായണ വിദ്യാലയം എന്നാണ്. അപ്പോൾ ഇനി മുതൽ വിദ്യാലയങ്ങളാണ് വേണ്ടത്. ഇനി മുതൽ നിങ്ങൾ പുസ്തകങ്ങൾ കയ്യിലെടുക്കുകയാണ് വേണ്ടത്. ഈ അറിവും അക്ഷരങ്ങളുമാണ് ഈ ലോകത്തെ വഴി നടത്തേണ്ടത്. ഈ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള നാരായണ ഗുരുവിന് ഈ കണ്ടോത്ത് പ്രദേശത്തെ ആ കാലത്തെ മനുഷ്യന്, ആ കാലത്തെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാനുണ്ടായിരുന്നത് നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു ദീപം തെളിയിക്കുന്നത് പോലെ ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ആ ഗ്രന്ഥാലയം ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ആധുനികമായിട്ട് സംവിധാനങ്ങൾ ഉണ്ടാവണം. പുതിയ പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങളും ഏറ്റവും നല്ല നിലക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാവണം. ആ നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാല ഗ്രന്ഥാലയമായിട്ട് നമുക്ക് നമ്മുടെ ഈ ഗ്രന്ഥാലയത്തെ മാറ്റണം. നിങ്ങൾക്കറിയാം, പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ലൈബ്രറി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളത്. കേരളത്തിലോ ഇന്ത്യയിലോ സങ്കല്പിക്കാത്തൊരു കാര്യം, വായനായനം എന്ന പേരിൽ ഓരോ വീടും തിരഞ്ഞെടുത്ത ആ വീട്ടിൽ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ താലൂക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ അക്ഷരദീപം നാടിന് സമർപ്പിക്കുന്ന മഹനീയമായിട്ടുള്ള ചടങ്ങ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ഈ കെട്ടിടം, ഈ ആദ്യഘട്ടത്തിലുള്ള ഈ കെട്ടിടം നാടിന് സമർപ്പിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ MLA സഖാവ് മധുസൂദനൻ, സ്വാഗത പ്രസംഗം നടത്തിയ CK പവിത്രൻ, വേദിയിൽ സന്നിഹിതരായ മറ്റു ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയം ഇത് ദീർഘകാലമായി ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ഒരു സൗകര്യപ്രദമായ കെട്ടിടത്തിൻ്റെ ഒന്നാം ഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ട MLA ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ പ്രദേശത്തിന് ദീർഘകാലമായിട്ട് ഈ വായനശാല പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ ജീർണാവസ്ഥയിലായിരുന്ന ഈ വായനശാല പുനർനിർമ്മിക്കണമെന്ന് വായനശാലയുടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായ ഒരു ആലോചന നടത്തുകയും ഒരു കമ്മിറ്റി അന്ന് രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ ധാരണ ഈ വായനശാല നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ ദേശീയപാതയിൽ എക്വയർ ചെയ്യപ്പെടും എന്നായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലം അതിനുവേണ്ടി കണ്ടെത്താൻ തീരുമാനിക്കുകയും കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ദേശീയപാതയുടെ ആ സൗകര്യങ്ങൾ മറ്റൊരു ഭാഗത്തേക്കൂടെ മാറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് തുടരേണ്ടതുണ്ട്, അതിന് തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കെട്ടിട നിർമ്മാണ ചടങ്ങ് ഇവിടെ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ടി മധുസൂദനൻ അവർകളോട് വായനശാലയുടെയും കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ ഫണ്ട് പാസ്സാക്കിയ ആദ്യത്തെ നമ്മുടെ മുൻ MLA ആയിട്ടുള്ള സി കൃഷ്ണൻ അവർകളോടും വായനശാലയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു സംസാരിച്ച വായനശാല കെട്ടിട നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ പവിത്രൻ അവർ, അതുപോലെ അധ്യക്ഷത വഹിച്ച കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബി സന്തോഷ് അവർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലളിതേച്ചി, അതുപോലെ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ കെ ശിവകുമാർ അവർ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർമാരായിട്ടുള്ള ബി കൃഷ്ണാടൻ, ചന്ദ്രേച്ചി എന്നിവർക്കും ഈ നാടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഈ വായനശാലയിൽ സജീവ പ്രവർത്തകരായിട്ടുള്ള മുൻകാല പ്രവർത്തകരും ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉപദേശകരായി നിൽക്കുന്ന ഈ വേദിയുടെ മുമ്പിലിരിക്കുന്ന മുതിർന്നവരെ പോലുള്ള ഒരുപാട് പേരെയും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. മുഴുവൻ നാട്ടുകാർക്കും വായനശാല കമ്മിറ്റിയുടെയും കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് പനി പിടിക്കാത്ത ശീലമെൻ യൗവനം വിഷമഘട്ടത്തിലേതിലും ചെറ്റുമേ പതറിടാത്ത ഹൃദന്തമെൻ യൗവനം വിരവോടക്രമം ചീറ്റിയടുക്കുമ്പോൾ പൊരുതുവാനാഞ്ഞണഞ്ഞെത്തുമക്ഷമ വഴിമുടക്കുന്ന മാമൂൽ തലകളെ പിഴുതെടുക്കുന്ന തീവ്രാസഹിഷ്ണുത പ്രതിനിമിഷം വളരാൻ വികസിക്കാൻ കൊതിപെരുകിയുഴറും അശാന്തത അവശലോകത്തെ ഞെക്കി ഞെരുക്കുന്ന ദുരധികാരത്തെ വെല്ലുവിളിക്കുവാൻ അവശലോകത്തെ ഞെക്കി ഞെരുക്കുന്ന ദുരധികാരത്തെ വെല്ലുവിളിക്കുവാൻ പ്രഭുതൻ വിഷപ്പല്ലു പറിക്കുവാൻ വിഭുതയാളും അമോഘ സുധീരത ഭയമൊരിത്തിരി തീണ്ടാത്ത പൗരുഷം അലസത ചെളി തേക്കാത്ത ജീവിതം വിവിധ ദുഃഖങ്ങൾ ആർത്തടുക്കുമ്പോഴും വിരളമാവാത്ത ദുർധർഷ വിക്രമം ജയലഹരിയിൽ മങ്ങാത്ത തൻ്റെടം അപജയത്തിൽ കലങ്ങാത്ത സൗഹൃദം ഇവയെഴുന്നോർ സദാപി യുവാക്കന്മാർ ഇവയെഴാത്തവർ വൃദ്ധരിൽ വൃദ്ധരും നിരുപമം യുവലോകമുച്ഛൃംഖലം സമരസന്നാഹമുണ്ടൊന്നൊരുക്കുന്നു ഉദധിയേഴും കലങ്ങി മറിയുമാറഖില ലോകവും ഞെട്ടുന്ന മട്ടിലും പഴകി ജീർണിച്ചൊരു സമുദായത്തിൻ ഘടന മാറ്റി പുതുക്കി പണിയുവാൻ ഒരുമയോടൊരുമ്പെട്ട യുവത്വത്തിൻ സമരകാഹളമുണ്ടതാ കേൾക്കുന്നു ഒരുമയോടൊരുമ്പെട്ട യുവത്വത്തിൻ സമരകാഹളമുണ്ടതാ കേൾക്കുന്നു അലയടിച്ചാർത്തിരമ്പുന്ന വിപ്ലവക്കടലിളകി മറിഞ്ഞു വരുന്നതാ അലയടിച്ചാർത്തിരമ്പുന്ന വിപ്ലവക്കടലിളകി മറിഞ്ഞു വരുന്നതാ കരുതി നിൽക്കുക രുഷ്ട സാമ്രാജ്യമേ കരുതി നിൽക്കുക ദുഷ്ടപ്രഭുത്വമേ കരുതി നിൽക്കുക കരുതി നിൽക്കുക കരുതി നിൽക്കുക
നിജ നിജാധികാരായുധമൊക്കെയും നിജശിരസ്സറ്റു വീഴുന്നതിൻ മുമ്പേ അണിനിരന്ന യുവജന ശക്തിതൻ നികടഭൂവിൽ അടിയറ വയ്ക്കുക. നിജ നിജാധികാരായുധക്കെയും നിജശിരസ്സറ്റു വീഴുന്നതിൻ മുമ്പേ അണിനിര